പി ജയരാജന്റെ ആത്മകഥാ വിവാദം മാധ്യമ ഗൂഢാലോചനയെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. പുറത്തുവരുന്നതെല്ലാം തെറ്റായ വാർത്തകളെന്ന് പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുകയാണെന്ന് എ. വിജയരാഘവനും പറഞ്ഞു. പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ പറഞ്ഞതിലപ്പുറം ഒന്നും പറയാനില്ലെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. ഇതിൽ ചില മാധ്യമങ്ങൾ വലിയ ഗൂഢാലോചന നടത്തിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനോട് പ്രതികരിച്ചത്. തികച്ചും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല, ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുറത്തുവന്നതെല്ലാം തെറ്റായ വാർത്തയെന്ന് പ്രകാശ് കാരാട്ട്. നടക്കുന്നത് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. പി ജയരാജൻ has denounced this as a falsehood. Nothing like that has been written. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. തെരഞ്ഞെടുപ്പ് ദിവസമായതിനാൽ ഇത്തരം കുപ്രചാരണങ്ങൾ സാധാരണമെന്ന് എ. വിജയരാഘവൻ. മാധ്യമങ്ങൾ വസ്തുത വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം ദില്ലിയിൽ പ്രതികരിച്ചു. ഇതിൽ കണ്ടൊരു കാര്യം, നമുക്ക് ഇന്നൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണല്ലോ. തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതുമേലെ ചോദ്യങ്ങൾ വയ്ക്കുക, പിന്നെ അതിൽ ഉത്തരങ്ങൾ കണ്ടെത്തുക, അതിന്മേൽ വ്യാഖ്യാനങ്ങൾ നടത്തുക. ആ പ്രക്രിയയിലേക്ക് ഞാനില്ല. ആത്മകഥാ വിവാദത്തെ സംബന്ധിച്ച് പി ജയരാജൻ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത സൃഷ്ടിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സംഭവത്തിൽ പി ജയരാജൻ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. പി ജയരാജൻ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിലപാട് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആത്മകഥ എഴുതി തുടങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പം പ്രസിദ്ധീകരണത്തിന് നൽകി എന്ന് പറയുന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന് അറിവില്ലാത്ത കാര്യമാണ്. അപ്പം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ഇന്ന് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലും ചേലക്കര അസംബ്ലി മണ്ഡലത്തിലും പോളിംഗ് നടക്കുകയാണ്. ആ ദിവസം ഇങ്ങനെയൊരു വാർത്ത സൃഷ്ടിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതേസമയം CPIMന്റെ ആഭ്യന്തര വിഷയങ്ങളാണ് പി ജയരാജന്റെ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ആദ്യത്തെ 10 ദിവസം DCCയുടെ ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വെച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.